പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. ജില്ലയ്ക്ക് പുറത്തേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കേസിൽ ഇതുവരെ 44 പേരാണ് അറസ്റ്റിലായത്. ശാസ്ത്രീയമായ അന്വേഷണം നടക്കുമെന്നും പ്രതികളെ ആരെയും വെറുതെ വിടില്ലെന്നും ഡിഐജി അജിത ബീഗം പറഞ്ഞു. നമ്മൾ FIRs 30ഓളം FIRs നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രതികളെന്ന് പറയുന്നത് 59 പേരുണ്ട്. അപ്പോൾ ഇതുവരെ അറസ്റ്റ് 44 പേരുടെ അറസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറസ്റ്റ് ഈ ജില്ലയിൽ ചെയ്യാനുള്ളത് 15 ഒരു 0 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്. എവറി സിംഗിൾ ആംഗിൾ വിൽ ബി ലുക്ഡ് ഇൻ ടു. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. വളരെ വലിയ ടീമാണ് ഇൻവെസ്റ്റിഗേഷൻ SIT ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ 3 DYSP റാങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട്, 30ഓളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. മാക്സിമം ഫാസ്റ്റായിട്ട് നമ്മൾ എല്ലാ അറസ്റ്റും ചെയ്തും ചാർജ് ഷീറ്റും മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്ത് ചെയ്യും. ലെബി സജീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം. ലെബി സജീന്ദ്രൻ, കുറ്റമറ്റ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. 44 പേർ ഇതിനകം പിടിയിലായിരിക്കുന്നു. പെൺകുട്ടി പറഞ്ഞത് 64 പേർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ്. അതിൽ പലരുടെയും വിവരങ്ങൾ ആ കുട്ടി തന്നെ കൈമാറുന്ന ഒരു സാഹചര്യവും ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി മാറുകയല്ലേ ലെബി? തീർച്ചയായും സുജയ, കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 59 പ്രതികളാണ് ഇപ്പോൾ ഉള്ളത്. 64യുടെ പേര് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ചിലരുടെ പേരുകൾ ഫോണിൽ തന്നെ സേവ് ചെയ്തിരുന്നു. എന്നാൽ ചില ഇരട്ടിപ്പുകളൊക്കെ ഒഴിവാക്കിയാണ് ഇതിൽ 59ലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ 44 പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. 44 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവരിൽ ഇന്നലെ അറസ്റ്റിലായ 14 പേരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് CWC പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രതിപട്ടിക ഇപ്പോൾ ഏകദേശം തയ്യാറാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ അറസ്റ്റിലായ 14 പേരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊരു കാര്യവുമുണ്ട്. ഈ 4 സ്റ്റേഷൻ പരിധി, അതായത് പന്തളം, പത്തനംതിട്ട, ഇലവുംതിട്ട, ഒപ്പം തന്നെ മലയാലപ്പുഴ, ഈ 4 സ്റ്റേഷനുകളിലായി 30 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 30 കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. കേസന്വേഷണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് പത്തനംതിട്ട DYSPക്ക് അന്വേഷണ ചുമതല കൊടുത്തെങ്കിലും ഇതിന്റെ മേൽനോട്ട ചുമതല തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിന് തന്നെ കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഇനി പിടികൂടാനുള്ളത് 15 പ്രതികളെയാണ്. ഈ 15 പ്രതികളിൽ ചിലർ വിദേശത്താണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് തിരിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടി ക്ലാസ്സിൽ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായ വിവരം പറയുന്നത്. അതേ തുടർന്ന് CWC അധികൃതർ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതേ തുടർന്നാണ് വളരെ നാടിനെ ഞെട്ടിക്കുന്ന, കേരളത്തെ ഞെട്ടിക്കുന്ന ഈ പീഡനത്തിന്റെ ചുരുൾ അഴിയുന്നത്. സുജയ, ഓർക്കേണ്ടതുണ്ട്, 96 നടന്ന സൂര്യനെല്ലി കേസിന് സമാനമായ രീതിയിലാണ് ഇതിന്റെ നാൾ വഴി പോകുന്നത്. അന്നും ആ പെൺകുട്ടിക്ക് പ്രായം, അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അന്ന് പീഡനത്തിനിരയായത് എങ്കിൽ ഇവിടെ 13 വയസ്സുള്ള പെൺകുട്ടി, ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഈ 5 വർഷത്തിനിടയിൽ ഈ കുട്ടി അനുഭവിച്ച ദുരന്തം ഏകദേശം സൂര്യനെല്ലി പെൺകുട്ടി അനുഭവിച്ച ദുരന്തത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ്. ഏതായാലും കേരളത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സുജയ. ഓക്കെ, ലെബി സജീന്ദ്രനാണ് പത്തനംതിട്ടയിലെ കൂട്ടബലാത്സംഗ കേസിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.